നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഫാദർ ഡിസോർഡർ എന്താണെന്ന് അറിയുമോ? മനസ്സിലാക്കി തരാം. ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഇപ്പോൾ പണി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ ദേശീയപാതയുടെ 45 മീറ്ററിലുള്ള ആകാശ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ടി വി പ്രേക്ഷകർക്ക് നൽകുകയാണ്. വലിയ മാറ്റം വരാൻ പോകുന്നു. അതിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ 60,000 കോടി രൂപയുടെ ധനസഹായമുണ്ട്. ആ പദ്ധതി വളരെ വേഗത്തിൽ നമുക്ക് നൽകിയ നിതിൻ ഗഡ്കരിയുടെ വലിയ എഫേർട്ട് അതിന് പിന്നിലുണ്ട്. അദ്ദേഹത്തിന്റെ സംഭാവന നമ്മൾ ഈ സമയത്ത് എടുത്തു തന്നെ പറയാം. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് കാരണം 30 മീറ്റർ മതി എന്നുള്ള ഒരു പൊതുജന വികാരവും സാങ്കേതിക വൈദ്യുത വികാരവും ചാനലും മനസ്സിലാക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വർഗത്തിലേക്കുള്ള പാത ഇടുങ്ങിയതല്ലേ? ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ പാതയ്ക്ക് 45 മീറ്റർ വീതി വേണമെന്നുള്ള ശാഠ്യം ഫണ്ടമെന്റലിസം അല്ലേ? ആ ഫണ്ടമെന്റലിസം അല്ലല്ലോ ജനാധിപത്യത്തിന് ആവശ്യം. നമ്മുടെ നാടിനെയും സമൂഹത്തെയും പാതയെയും ജന ആവാസ വ്യവസ്ഥയും മനസ്സിലാക്കിയിട്ടാവട്ടെ വികസനം. വികസനം എന്ന പ്രത്യയശാസ്ത്രത്തിന്റെ കുരുക്കിൽപ്പെട്ടു പോകരുത്. വികസനം നമുക്ക് വേണം. ന്യായമായ വഴി, നീതിയും ജീവിതവും ജനങ്ങളും മുഖ്യം തന്നെയാണ്. ഇയാൾക്കൊക്കെ എത്ര തന്തയുണ്ടോ ആവോ. മൾട്ടിപ്പിൾ ഫാദർ ഡിസോർഡർ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ?